നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി ഷാജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. സംസ്ഥാനം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാനാണ് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചത്. യൂറോപ്യൻ യൂണിയന്റെ മേരി ക്യൂറി ഫെലോഷിപ്പ് നേടിയ ഫാത്തിമ ഷഹസീനയ്ക്ക് സ്നേഹാദരവുമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. 8 മണിയിൽ ഫാത്തിമ ഷഹസീനയുടെ വീട്ടിൽ മന്ത്രി നേരിട്ടെത്തിയാണ് ആദരം സമ്മാനിച്ചത്. BJP പാർലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വികസന മുന്നേറ്റ യാത്ര സംഘടിപ്പിച്ചു. മാറാത്തത് ഇനി മാറും, വികസിത പാറളം എന്ന മുദ്രാവാക്യത്തോടെയായിരുന്നു യാത്ര സംഘടിപ്പിച്ചത്. വാർത്തകൾ വിശദമായി. സംസ്ഥാനം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാനാണ് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചത്. സംസ്ഥാനത്ത് 2 ഘട്ടമായാണ് വോട്ടെടുപ്പ് നടത്തുക. ആദ്യഘട്ട വോട്ടെടുപ്പ് ഡിസംബർ 9-നും 2ാം ഘട്ട വോട്ടെടുപ്പ് ഡിസംബർ 11-നുമാണ് നടക്കുക. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഡിസംബർ 9-ന് വോട്ടെടുപ്പ് നടക്കും. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിൽ ഡിസംബർ 11-നാണ് 2ാം ഘട്ട വോട്ടെടുപ്പ്. ഡിസംബർ 13-ന് ശനിയാഴ്ചയാണ് വോട്ടെണ്ണൽ. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതായി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക ഈ മാസം 21 വരെ സമർപ്പിക്കാം. ഈ മാസം 24-നകം പത്രിക പിൻവലിക്കാവുന്നതാണ്. സംസ്ഥാനത്ത് 1200 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഉള്ളത്. ഇതിൽ മട്ടന്നൂർ നഗരസഭയിലെ കാലാവധി കഴിഞ്ഞിട്ടില്ല. അതിനാൽ മട്ടന്നൂർ നഗരസഭയൊഴികെ 1199 തദ്ദേശ സ്ഥാപനങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. 941 ഗ്രാമപഞ്ചായത്തുകളിലെ 17,337 വാർഡുകൾ, 152 ബ്ലോക്ക് പഞ്ചായത്തുകളിലെ 2267 വാർഡുകൾ, 14 ജില്ലാ പഞ്ചായത്തുകളിലെ 346 വാർഡുകൾ, 86 മുനിസിപ്പാലിറ്റിയിലെ 3205 വാർഡുകൾ, 6 കോർപ്പറേഷനുകളിലെ 421 വാർഡുകൾ എന്നിവിടങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആകെ 23,576 വാർഡുകളിലേക്കാണ് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കുക. ഓരോ വാർഡും ഓരോ നിയോജക മണ്ഡലമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു. സംസ്ഥാനത്താകെ 2,84,30,761 വോട്ടർമാരാണ് ഉള്ളത്. വോട്ടെടുപ്പ് രാവിലെ 7 മണിക്ക് ആരംഭിക്കും. വോട്ടെടുപ്പിന് മുൻപായി 6 മണിക്ക് മോക്ക് പോൾ നടത്തും. വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ് നടക്കുക. പോളിംഗ് ബൂത്തിൽ വോട്ടർമാർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കും. തിരിച്ചറിയൽ കാർഡ്, പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, ബാങ്ക് പാസ്ബുക്ക്, ആധാർ കാർഡ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ചിട്ടുള്ള മറ്റു രേഖകളും തിരിച്ചറിയൽ രേഖയായി ഉപയോഗിക്കാം. വോട്ടെടുപ്പ് ദിവസം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരം അവധിയായിരിക്കും. സ്വകാര്യ കമ്പനികൾ വോട്ട് ചെയ്യാൻ വോട്ടർമാർക്ക് അനുവാദം നൽകേണ്ടതാണ്. വോട്ടെടുപ്പ് ദിവസം മദ്യശാലകൾക്ക് അവധിയായിരിക്കുമെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. യൂറോപ്യൻ യൂണിയന്റെ മേരി ക്യൂറി ഫെലോഷിപ്പ് നേടിയ ഫാത്തിമ ഷഹസീനയ്ക്ക് സ്നേഹാദരവുമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. 8 മണിയിൽ ഫാത്തിമ ഷഹസീനയുടെ വീട്ടിൽ മന്ത്രി നേരിട്ടെത്തിയാണ് ആദരം സമ്മാനിച്ചത്. എട്ടുമന പുന്നിലത്ത് സിദ്ദിഖ് ഷെബീന ദമ്പതികളുടെ മകളായ ഫാത്തിമ ഷഹസീന മേരി ക്യൂറി ഫെലോഷിപ്പിന് അർഹയായിരുന്നു. ഇതിനുള്ള അംഗീകാരമായിട്ടാണ് മന്ത്രി തന്നെ നേരിട്ടെത്തി ആദരം നൽകിയത്. CPM ചെയർപേഴ്സൺ ഏരിയ കമ്മിറ്റി അംഗം PK ലോഹിതാക്ഷൻ അധ്യക്ഷനായി. ഊരകം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PA ഷാജഹാൻ, വാർഡ് മെമ്പർ അനിത അനിലൻ, ലോക്കൽ കമ്മിറ്റി അംഗം അനിൽ പൂക്കാട്ടിൽ, ഗ്രാമപഞ്ചായത്ത് അംഗം KB പ്രജിത്ത് എന്നിവർ പങ്കെടുത്തു. ലോകത്ത് തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും ശ്രദ്ധേയമായ ഫെലോഷിപ്പായ മേരി ക്യൂറി ഫെലോഷിപ്പിന് അർഹയായിരിക്കുകയാണ് നമ്മുടെ ഫാത്തിമ. അത് എട്ടുമന ദേശത്താണ് താമസിക്കുന്ന ഫാത്തിമ ഇരിങ്ങാലക്കുടയുടെ തന്നെ അഭിമാനമായി മാറുകയാണ്. കേരളത്തിന്റെയും അഭിമാനമായി മാറിയിരിക്കുകയാണ്. മരുന്നുകളുടെ വില കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രാസപ്രക്രിയയുമായി ബന്ധപ്പെട്ടാണ് ഗവേഷണം നടത്തുന്നത്. ഏറെ പേർക്ക് ഭാവിയിൽ വളരെയധികം ഉപയോഗപ്രദമാകുന്ന ഒരു ഗവേഷണ വിഷയമാണ് മോള് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഭാവിയിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒരു ശാസ്ത്രജ്ഞയായിട്ട് വളരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു.
BJP പാർലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വികസന മുന്നേറ്റ യാത്ര സംഘടിപ്പിച്ചു. മാറാത്തത് ഇനി മാറും, വികസിത പാർലം എന്ന മുദ്രാവാക്യത്തോടെയായിരുന്നു യാത്ര സംഘടിപ്പിച്ചത്. കോടന്നൂർ പുത്തൻ വീട്ടുവഴിയിൽ നിന്ന് ആരംഭിച്ച വികസന മുന്നേറ്റ യാത്ര BJP ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KR ഹരി ഉദ്ഘാടനം ചെയ്തു. വികസന മുന്നേറ്റ യാത്ര പിന്നീട് അമ്മാടം വെങ്ങിണിശ്ശേരി വഴി കോടന്നൂർ സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം BJP ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലൊരു പ്രത്യേകത, കഴിഞ്ഞകാല ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ ഇടതും വലതും മുന്നണികളാണ് ഭൂരിപക്ഷ സ്ഥലങ്ങളിലും ഏറ്റുമുട്ടിയിരുന്നത്. എന്നാൽ ഈ വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതിനെ പോലെയും വലതിനെ പോലെയും കട്ടക്ക് നിൽക്കുക എന്ന് പറയും നാടൻ ഭാഷയിൽ, ഒപ്പത്തിനൊപ്പം നിന്ന് മത്സരിക്കാനും അതിനേക്കാൾ ഒരു സ്റ്റെപ്പ് മുന്നിൽ നിന്ന് വിജയം എത്തിപ്പിടിക്കുവാൻ സാധിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി ഭാരതീയ ജനതാ പാർട്ടി മാറുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് നേരത്തെ ഹരി സൂചിപ്പിച്ച, നമ്മൾ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പിൻ്റെ ചൂട് കൂടുന്തോറും BJPയുടെ ശക്തി മനസ്സിലാക്കും തോറും ചില ഇടതിനും വലതിനുമെല്ലാം ആദർശ പോരാട്ടത്തിനു പകരം ശാരീരിക പോരാട്ടങ്ങളിലേക്ക് നമ്മുടെ ആദർശത്തെ തടുക്കുവാൻ സാധിക്കാതെ വരുമ്പോൾ അത്തരത്തിലേക്കുള്ള ഒരു പോരാട്ടത്തിലേക്ക് അവർ നീങ്ങുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ജാഥ ക്യാപ്റ്റൻ BJP പാർലം പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് അറക്കൽ അധ്യക്ഷനായി. അഡ്വക്കേറ്റ് KR ഹരി ആമുഖ പ്രഭാഷണം നടത്തി. ഇലക്ഷന് മുമ്പ് പൂർത്തിയാക്കുന്ന പറഞ്ഞ സുരേഷ് ഗോപിയുടെ ഇലക്ഷൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരു കൊല്ലവും 4 മാസവും മുമ്പ് പൂർത്തിയാക്കുന്നു പറഞ്ഞതാ. മിനി വിനയൻ ഇപ്പൊ പിണറായി വിജയന് പഠിക്കുക. പാർലത്തെ മാക്സിമം റോഡുകളിലെ കുഴികളുടെ എണ്ണം കൂട്ടുന്നതിൽ പാർലം പഞ്ചായത്തിലെ 1ാം സ്ഥാനത്തെത്തിച്ച പ്രസിഡന്റായി മിനി വിനയൻ മാറണം. അതാണ് ഇപ്പൊ ലക്ഷ്യം. പ്രിയപ്പെട്ടവരെ, റോഡുകളിലെ കുഴിയടയ്ക്കാൻ കഴിയാത്ത പാവങ്ങളുടെ സാധാരണക്കാർക്ക് ലഭിക്കേണ്ട പദ്ധതി വിഹിതം നടപ്പിലാക്കുവാൻ കഴിവില്ലാത്ത പഞ്ചായത്ത് ഓഫീസിന്റെ ഭരണസിരാ കേന്ദ്രത്തിന്റെ കെട്ടിടം പോലും പുനർനിർമ്മിക്കാൻ കഴിവില്ലാത്ത ആവതില്ലാത്ത ഈ പഞ്ചായത്ത് ഭരണസമിതിയെ പാർലത്തിന്റെ മണ്ണിൽ നിന്നും തുടച്ചു നീക്കി ആ പാർലത്ത് പദ്ധതി വിനിയോഗത്തിൽ 1ാം സ്ഥാനത്തെത്തിക്കുന്ന പഞ്ചായത്ത് ഓഫീസിന്റെ നിർമ്മാണം ബഹുമാനപ്പെട്ട MP സുരേഷ് ഗോപിയുടെ ഫണ്ടടക്കം ഉപയോഗിച്ച് അത്യാധുനിക രീതിയിൽ പൂർത്തിയാക്കാൻ കഴിയുന്ന പാർലത്തിന്റെ റോഡുകളുടെ സമഗ്ര വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു പുതിയ മെമ്പർമാരുടെ നിരയെ സൃഷ്ടിച്ചുകൊണ്ട് ആ പാർലത്തിന്റെ ഭരണം കയ്യേറുന്നതിലേക്ക് രാഷ്ട്രീയമായി പരിവർത്തനം നടത്തുന്ന യാത്രയാണ് പാർലം വികസന മുന്നേറ്റ യാത്ര. എറണാകുളം മേഖലാ ജനറൽ സെക്രട്ടറി സേവ്യൻ പള്ളത്ത, മണ്ഡലം പ്രസിഡന്റ് ശ്രീരാജ്, ജനറൽ സെക്രട്ടറി സുബീഷ് കൊന്നക്കൻ, പ്രദീപ് പാണപ്പറമ്പിൽ, ലിജീവ് പയ്യപ്പാട്ട്, സുനിൽജി മാക്കൻ, KV വിജിത്ത്, അനിത പ്രസന്നൻ, ഡാലി ബിനോയ്, മീന മോഹൻ, ബിന്ദിയ കണ്ണൻ, അനീഷ് ബാബു, VN രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. വല്ലച്ചിറ ഗവൺമെന്റ് UP സ്കൂളിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. സോഷ്യൽ സർവീസ് സ്കീമിന്റെ ഭാഗമായാണ് ശില്പശാല ഒരുക്കിയത്. കുട്ടികൾക്കായി വിമൻ സെല്ലിന്റെ നേതൃത്വത്തിൽ സെൽഫ് ഡിഫൻസ് പരിശീലനം സ്കൂളിൽ സംഘടിപ്പിച്ചിരുന്നു. ഇരിങ്ങാലക്കുട വനിതാ സെല്ലിലെ ASIമാരായ ജിജി, സിന്ധു എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് പാഴ്വസ്തുക്കൾ ഉപയോഗിച്ചുള്ള ബാഗ് നിർമ്മാണവും നടന്നു. ശില്പശാലയുടെ ഭാഗമായി തൈക്കാട്ടുശ്ശേരി വൈദ്യരത്നം ഹെറിറ്റേജ് മ്യൂസിയം സന്ദർശനത്തോടെ ഏകദിന ശില്പശാല സമാപിച്ചു. ഷാർജയിൽ തളിക്കുളം പ്രവാസി അസോസിയേഷൻ കുടുംബസംഗമം സംഘടിപ്പിച്ചു. CC മുകുന്ദൻ MLAക്ക് കുടുംബസംഗമത്തിൽ സ്വീകരണം നൽകി. UAEയിൽ ഷാർജ ഇന്റർനാഷണൽ പുസ്തകോത്സവത്തിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു CC മുകുന്ദൻ MLA. പുസ്തക പ്രകാശനമായിരുന്നു MLAയുടെ ഔദ്യോഗിക ചടങ്ങ്. തളിക്കുളം പ്രവാസി അസോസിയേഷൻ ഹൃദ്യമായ സ്വീകരണമാണ് MLAക്ക് നൽകിയത്. പ്രവാസികൾ നേരിടുന്ന വിവിധ വിഷയങ്ങളും തളിക്കുളം പ്രദേശത്തെ വിവിധ വികസന പ്രവർത്തനങ്ങളും കുടുംബസംഗമത്തിൽ ചർച്ച ചെയ്തു. തളിക്കുളം പ്രവാസി അസോസിയേഷൻ പ്രസിഡന്റ് EK ബഷീർ അധ്യക്ഷനായി. സെക്രട്ടറി ഇബ്രാഹിം കുട്ടി, ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ അംഗം EY സുധീർ, മുൻ പ്രസിഡന്റ് ദേവരാജൻ, ഫിറോസ് മുഹമ്മദ് അലി, എഴുത്തുകാരൻ ലാൽ കച്ചില്ലം, ബൈജു, ഷാനവാസ് ഹൈദർ എന്നിവർ സംസാരിച്ചു. യുവകലാ സാഹിതി ഷാർജ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. വിവിധ കലാപരിപാടികളോടെയാണ് കുടുംബസംഗമം നടന്നത്. CC മുകുന്ദൻ MLA കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് അസ്മിനു സുരേന്ദ്രൻ അധ്യക്ഷയായി.
യുവകലാസാഹിതി UAE സംഘടനാ കമ്മിറ്റി സെക്രട്ടറി വിൽസൺ തോമസ്, അസിസ്റ്റന്റ് സെക്രട്ടറി പ്രതീഷ് ചിതറ, കേന്ദ്ര കമ്മിറ്റി സെക്രട്ടറി ബിജു ശങ്കർ, മുൻ കോർഡിനേഷൻ സെക്രട്ടറി പ്രശാന്ത് ആലപ്പുഴ, അഭിലാഷ്, രഞ്ജിത്ത് സൈമൺ, സിബി ബൈജു, വനിതാ കലാസാഹിതി പ്രസിഡന്റ് അമൃത ഷൈൻ, രഘുനാഥ്, സന്ധ്യ, യുവകലാസാഹിതി ഷാർജ യൂണിറ്റ് സെക്രട്ടറി പത്മകുമാർ, വനിതാ കലാസാഹിതി ട്രഷറർ ജുബി രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. തുടർന്ന് യുവകലാസാഹിതി, വനിതാ കലാസാഹിതി, ബാലകലാസാഹിതി പ്രവർത്തകർ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി. SNDP യോഗം കയ്പമംഗലം ദേവമംഗലം ശാഖ 59ാമത് വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി ശ്രീനാരായണ കലോത്സവവും നടന്നു. SNDP നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് TV വിശ്വംഭരൻ അധ്യക്ഷനായി. സെക്രട്ടറി TS പ്രദീപ് വാർഷിക റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. യൂണിയൻ വൈസ് പ്രസിഡന്റ് PV സുദീപ് കുമാർ, സെക്രട്ടറി മോഹനൻ കണ്ണമുള്ളി, യോഗം കൌൺസിലർമാരായ ജയന്തൻ പുത്തൂർ, പ്രകാശ് കടവിൽ, വനിതാ സംഘം പ്രസിഡന്റ് ബിന്ദു മനോജ്, സെക്രട്ടറി ഷീജ മൌസ്മി, വൈസ് പ്രസിഡന്റ് KR സത്യൻ, ദേവമംഗലം ക്ഷേത്ര മേൽശാന്തി സനു, ശങ്കരനാരായണൻ, ശശി മുതിരപ്പറമ്പിൽ, മനോഹരൻ കുറ്റിക്കാട്ട്, CK രാമു, രാജി ശ്രീധരൻ, ഇന്ദിര രാജഗോപാൽ, കൈരളി വത്സൻ, ഗീതാ സതീഷ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും വിവിധ മത്സര വിജയികൾക്ക് ഉപഹാരവും നൽകി. ശാഖയിലെ കുടുംബങ്ങൾക്ക് ചടങ്ങിൽ അരി വിതരണം ചെയ്തു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. സൗത്ത് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 1 സ്വർണവും 2 വെള്ളിയും നേടിയ മുഹമ്മദ് അഷ്ഫാഖിന് ആദരം. മുഹമ്മദ് അഷ്ഫാഖിനെ മന്ത്രി R ബിന്ദു വീട്ടിൽ നേരിട്ടെത്തിയാണ് ആദരിച്ചത്. ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂരിൽ നടന്ന സോൺ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 20 വയസ്സിന് താഴെയുള്ളവരുടെ 400 മീറ്റർ ഓട്ട മത്സരത്തിലാണ് മുഹമ്മദ് അഷ്ഫാഖ് സ്വർണം നേടിയത്. തന്റെ കഴിഞ്ഞ റെക്കോർഡ് തിരുത്തി 47.3 സെക്കൻഡ് കൊണ്ടായിരുന്നു സുവർണ നേട്ടം കൈവരിച്ചത്. 2024 സംസ്ഥാന സ്കൂൾ അത്ലറ്റിക് മീറ്റിൽ 400 മീറ്റർ ഓട്ട മത്സരത്തിൽ തന്റെ തന്നെ 47.65 സെക്കൻഡ് എന്ന സമയമാണ് മുഹമ്മദ് അഷ്ഫാഖ് തിരുത്തി കുറിച്ചത്. സൗത്ത് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 400 മീറ്ററിൽ പങ്കെടുത്ത മുഹമ്മദ് അഷ്ഫാഖിന് വെള്ളി മെഡലും നേടാനായി. 18-കാരനായ അഷ്ഫാഖിന്റെ ആദ്യ വ്യക്തിഗത ഇന്റർനാഷണൽ മെഡലായിരുന്നു ഇത്. 400 മീറ്റർ മിക്സഡ് റിലേയിൽ സ്വർണം നേടിയ ഇന്ത്യൻ ടീമിലും പ്രായം കുറഞ്ഞ അഷ്ഫാഖ് ഉൾപ്പെട്ടിരുന്നു. കൂടാതെ ഭുവനേശ്വരിൽ നടന്ന ദേശീയ ജൂനിയർ മീറ്റിലും അഷ്ഫാഖ് സ്വർണം നേടി. ഇതോടെ അടുത്ത വർഷം നടക്കുന്ന ഏഷ്യൻ ജൂനിയർ മീറ്റിനും ലോക ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിനും അഷ്ഫാഖ് യോഗ്യത നേടി. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ശ്രീലങ്കയിൽ നടന്ന അന്താരാഷ്ട്ര അത്ലറ്റിക് മീറ്റിലും അഷ്ഫാഖ് മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. തിരുവനന്തപുരം GV രാജ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിയായ അഷ്ഫാഖ് ക്യാപ്റ്റൻ അജിമോന്റെ കീഴിലാണ് പരിശീലനം നടത്തുന്നത്. പെരിഞ്ഞനം ചക്കരപ്പാടം സ്വദേശി മടത്തിപ്പറമ്പിൽ അഷ്റഫ് ജെസി ദമ്പതികളുടെ 3 മക്കളിൽ ഇളയവനാണ് മുഹമ്മദ് അഷ്ഫാഖ്. ജല അതോറിറ്റിയുടെ അനാസ്ഥയിൽ 2 മാസത്തോളമായി കുടിവെള്ളമില്ലാതെ ഗതികെട്ട് ചാമക്കാല നിവാസികൾ. ചാമക്കാലയിലെ 47ഓളം കുടുംബങ്ങളാണ് കുടിവെള്ളമില്ലാതെ വലയുന്നത്. കുടിവെള്ളത്തിനായി കിലോമീറ്ററുകൾ താണ്ടേണ്ട അവസ്ഥയിലാണ് ചാമക്കാലയിലെ കുടുംബങ്ങൾ. ചന്ദ്രാപിന്നി ചാമക്കാല റോഡിൽ ഓർമ്മ ബസ് സ്റ്റോപ്പിന് വടക്കുഭാഗത്തെ 40ഉം ചാമക്കാല കുടുംബാരോഗ്യ കേന്ദ്രത്തിന് വടക്കുഭാഗത്തെ 7ഓളം വീട്ടുകാരുമാണ് കുടിവെള്ളമില്ലാതെ വലയുന്നത്. കഴിഞ്ഞ 2 മാസമായി കുടിവെള്ളം മുടങ്ങിയിരിക്കുകയാണ് ഈ മേഖലയിൽ. നിരവധി തവണ പരാതിപ്പെട്ടിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയുമില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. പഞ്ചായത്തിന് കീഴിലുള്ള വാട്ടർ കിയോസ്കുകളിൽ നിന്നും ബന്ധുവീടുകളിൽ നിന്നുമായാണ് പ്രദേശവാസികൾ കുടിവെള്ളം ശേഖരിക്കുന്നത്. പ്രായോഗിക ബുദ്ധിമുട്ടുകളാൽ വീടുകളിൽ സ്ഥാപിച്ചിരുന്ന കുഴൽക്കിണറുകളിൽ നിന്നുള്ള വെള്ളത്തിനെയും ആശ്രയിക്കുന്നവരുണ്ട് ഈ കൂട്ടത്തിൽ. തീരപ്രദേശമായതിനാൽ കലങ്ങിയ വെള്ളമാണ് മിക്ക വീടുകളിലും ലഭിക്കുന്നത്. ഇതാകട്ടെ ജലപരിശോധനയിൽ ഉപയോഗയോഗ്യമല്ലെന്ന് കണ്ടെത്തിയിട്ടുള്ളതുമാണ്. ക്യാൻസർ പോലുള്ള ജീവിതശൈലി രോഗങ്ങളാൽ ദുരിതം അനുഭവിക്കുന്ന പ്രായമായവരുൾപ്പെടെയുള്ളവർ മേഖലയിലെ വീടുകളിലുണ്ട്. അതിനാൽ കുടിവെള്ളക്ഷാമത്തോടൊപ്പം മലിനജലം ഉപയോഗിക്കുന്നതുമൂലമുള്ള അസുഖങ്ങളും പ്രദേശത്ത് ആശങ്കയാകുന്നു. അടുത്തടുത്തായി നിരവധി വീടുകളുള്ള പ്രദേശത്ത് ചന്ദ്രാപിന്നി ചാമക്കാല റോഡിൽ നിന്ന് കോൺക്രീറ്റ് റോഡാണ് ഇവിടേക്കുള്ളത്. പ്രധാന റോഡിലെ പൈപ്പ് ലൈനുകളിൽ വെള്ളം ലഭിക്കുന്നുണ്ട്. അതിനാൽ കോൺക്രീറ്റ് റോഡിനടിയിലൂടെ സ്ഥാപിച്ചിരിക്കുന്ന പൈപ്പ് ലൈനിന്റെ തകരാറാകാം കുടിവെള്ളം മുടങ്ങാൻ കാരണമെന്നാണ് ജല അതോറിറ്റിയുടെ നിഗമനം. കോൺക്രീറ്റ് റോഡ് പൊളിച്ച് എവിടെയാണ് തകരാറെന്ന് ആദ്യം കണ്ടെത്താനാണ് പരാതിയുമായി എത്തുമ്പോൾ അധികൃതർ ആവശ്യപ്പെടുന്നത്. അതിനുശേഷം അറ്റകുറ്റപ്പണികൾ നടത്താമെന്ന വിചിത്രമായ നിലപാടുകളാണ് ജല അതോറിറ്റി സ്വീകരിക്കുന്നത്. വിഷയത്തിൽ എത്രയും വേഗം നടപടി സ്വീകരിക്കാൻ കലക്ടർക്ക് പരാതി നൽകാനാണ് തീരുമാനമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ഇനി ഇന്നത്തെ സ്വർണ്ണവില.
ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 11,295 രൂപ, പവന് 90,360 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. സംസ്ഥാനം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാനാണ് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചത്. യൂറോപ്യൻ യൂണിയന്റെ മേരി ക്യൂറി ഫെലോഷിപ്പ് നേടിയ ഫാത്തിമ ഷഹസീനയ്ക്ക് സ്നേഹാദരവുമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. 8 മണിയിൽ ഫാത്തിമ ഷഹസീനയുടെ വീട്ടിൽ മന്ത്രി നേരിട്ടെത്തിയാണ് ആദരം സമ്മാനിച്ചത്. BJP പാർലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വികസന മുന്നേറ്റ യാത്ര സംഘടിപ്പിച്ചു. മാറാത്തത് ഇനി മാറും, വികസിത പാറളം എന്ന മുദ്രാവാക്യത്തോടെയായിരുന്നു യാത്ര സംഘടിപ്പിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.